ശ്രീമതി ശോഭ സുരേന്ദ്രൻ BJP നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, താങ്കൾ ഇതിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഇവിടെ ഒരു കൈക്കൂലി ആരോപണം വരെ താങ്കൾ ഉന്നയിച്ചതാണ്. ഇപ്പോൾ താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഹൈക്കോടതിയുടെ ഈ ഇടപെടലിലൂടെ? ഇതിനെ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഞാൻ ആ പത്രസമ്മേളനത്തിൽ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. പൊന്നാനിയിലേക്ക് ഞാൻ ഉൾപ്പെടെയുള്ള പല പൊതുപ്രവർത്തകരും ഈ വിഷയം അറിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകൾ ഉണ്ടായിരുന്നു. കാരണം ഒന്ന്, പൊന്നാനി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ 10-20 വർഷക്കാലം എന്റെ പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ആ സ്ത്രീക്ക് ഇത് സത്യമാണോ എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയല്ല ഞാൻ പോയത്, സത്യമാണ് എന്ന് ധരിച്ചിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം പരിശോധിച്ച സമയത്താണ് എനിക്ക് മനസ്സിലായത് ഈ സ്ത്രീയുടെ പിറകിൽ ഒരു ടീം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് പോകണ്ട എന്ന് മറ്റു പൊതുപ്രവർത്തകർ കൂടി പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ നമ്മൾ തിരിച്ചു പോരുകയും ഇതിന്റെ പിറകിൽ വളരെ വ്യക്തമായിട്ട് ചില ആളുകൾ പ്രവർത്തിച്ചെന്നും അവരെ കുറിച്ചുള്ള ആരാണ് എന്ന് പോലും ഞാൻ സൂചന നൽകിയിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് എനിക്ക് കോടതിയിൽ നിന്ന് എന്റെ വാട്സപ്പ് വഴി ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ആരുടെ നോട്ടീസാണ്? ഈ സ്ത്രീക്കെതിരെ ശോഭ സുരേന്ദ്രൻ മാനനഷ്ടം വരുന്ന രീതിയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വെർഷൻ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു നോട്ടീസ് അയച്ചിരുന്നു. ആ നോട്ടീസിന് ഞാൻ ഇന്ന് മറുപടി കൊടുക്കാൻ ഇരിക്കെയാണ് ഇത്തരത്തിൽ ഒരു വിധിന്യായം ജഡ്ജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, എവിടേക്കാണ് കേരളം പോകുന്നത്? അതായത് ഒരു സ്ത്രീയുടെ ഉപയോഗപ്പെടുത്തിയാലും തരക്കേടില്ല, പണമുള്ളവർ, പ്രമാണിമാർ, ക്രിമിനലുകൾ, ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ആർക്കെതിരെയും ഉന്നയിക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ. ഇതിന്റെ നിജസ്ഥിതി ഞാൻ തന്നെ മറുപടി കൊടുക്കുകയും ഇതിനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളും സാഹചര്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്താനും സാധിക്കുന്ന ഒരവസ്ഥ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ വ്യക്തമായിട്ട് ഇടപെട്ടത്. ഇതിൽ മറ്റൊരു കാര്യം, ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ഈ കേസിൽ പ്രതിയാകാൻ പോകുമായിരുന്ന ഒരാൾ, അതായത് ആരോപണം ഉയർന്നിരുന്നയാൾ ഡിവൈഎസ്പി VV ബെന്നിയാണ്. ഇതേ ഡിവൈഎസ്പി VV ബെന്നിയാണ് മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഈ ആരോപണം വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം നൽകുന്നത് തടയുന്നതിന് വേണ്ടി തനിക്കെതിരെ കെട്ടിച്ചമച്ച ഒരു ആരോപണമാണ് എന്ന്. അത് സാധൂകരിക്കുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്? അതായത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ആര് മുന്നോട്ട് വന്നാലും, അത് രാഷ്ട്രീയക്കാരാവട്ടെ, വേറെ രീതിയിൽ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, പോലീസ് അധികാരികളാവട്ടെ, വന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ തകർക്കുക, അവരുടെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളെ തകർക്കുക, അവർക്കെതിരെ വ്യാജമായിട്ടുള്ള കേസുകൾ എടുത്തു വെക്കുക, എന്നിട്ട് അവരെ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സ് തകർന്ന് അവർ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കുക. ഇങ്ങനെയുള്ള കേരളം മാറി എന്നുള്ളത് തന്നെയാണ്. ആ ഉദ്യോഗസ്ഥൻ ഇതിന് പോയില്ലായിരുന്നുവെങ്കിലോ? ഈ പോലീസ് ഓഫീസർ വളരെ സത്യസന്ധമായി എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതറ്റവും വരെ പോകാൻ തയ്യാറെടുപ്പ് നടത്തിയതുകൊണ്ടാണ്. എനിക്ക് ആ പോലീസ് ഓഫീസറെ നേരിട്ട് പരിചയമില്ല, പക്ഷെ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേരെ സ്ഥലം മാറ്റിയില്ലേ? ഒരാൾ നമ്മുടെ കാസർഗോഡ് ഇപ്പൊ ജോലി ചെയ്യുകയാണ്, ഒരാളെ തിരുവനന്തപുരത്തേക്കാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്, ഒരാളെ വാളയാർ കാട്ടിലേക്കാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. അപ്പൊ എന്താണ്? അന്വേഷണം കൃത്യമായി നടത്തുകയും തെറ്റ് ചെയ്തവരെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവർ അത് ആരോ ആകട്ടെ, അവർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ചമച്ചുകൊണ്ട് മുന്നോട്ട് വരിക എന്നുള്ളതല്ലേ. ഇപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറയാത്തത്, നേരത്തെ ഞാൻ പറഞ്ഞു മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിനകത്ത് ആന്റോയ്ക്ക് വ്യക്തമായിട്ടുള്ള കൈയുണ്ട് എന്ന് ഞാൻ പറയുകയും എന്റെ മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ കയ്യിലുള്ള രേഖകൾ കോടതിയിൽ സമർപ്പിക്കാൻ നിൽക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ എല്ലാ മേഖലകളിലും നിലനിൽക്കുന്ന കള്ള നാണയങ്ങളെ അത് പൊളിച്ചു കളഞ്ഞില്ലെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ എന്ത് വേണമെങ്കിലും പണം കയ്യിലുള്ളവനും സ്വാധീനം കയ്യിലുള്ളവനും ചെയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് ഈ കേരളം പോയാൽ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഈ വിഷയത്തെ കുറിച്ച്. അതായത് അഗസ്റ്റിൻ സഹോദരങ്ങളെ അന്ന് അറസ്റ്റ് ചെയ്ത് VV ബെന്നിയായിരുന്നു, അതിനുള്ള പ്രതികാരം തീർക്കൽ നടന്നു, അതായിരുന്നു ഈ പൊന്നാനി പീഡന കേസിന് പിന്നിൽ അല്ലേ? അല്ല, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് മാത്രമല്ല, ഞാൻ ആ സംഭവ സ്ഥലത്ത് ആ സ്ത്രീയെ കാണാൻ വേണ്ടി പോയ ഒരു വ്യക്തി എന്നുള്ള രീതിയിലും അവരന്ന് നമ്മളെ കാണാൻ അങ്ങോട്ടേക്ക് അനുവദിച്ചിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ
െല്ലാം എനിക്കും കേൾക്കാനും അതെനിക്ക് മറ്റുള്ളവരുമായിട്ട് എന്നാൽ അവിടെ നിന്ന് കൃത്യമായി വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ, കാരണം ഇങ്ങനെ ഒരു സ്ത്രീ ചെയ്യാൻ പാടില്ലല്ലോ, ചെയ്യാൻ പാടുണ്ടോ? സ്വന്തം വ്യക്തിത്വത്തെ, അത് ആരോ ആകട്ടെ, ശരീരം വിറ്റുകൊണ്ട് ഉപജീവന മാർഗം കഴിക്കുന്ന സ്ത്രീകളുള്ള നാട്ടിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ അവർക്ക് പോലും, അതായത് അവരുടെ ജീവിതം, അവർ ജീവിക്കാൻ മാർഗമില്ലാതെ ഇത്തരത്തിൽ പെട്ടുപോയിട്ടുള്ള എത്രയോ പെൺകുട്ടികളുണ്ട്, എത്രയോ സ്ത്രീകളുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ പല രീതിയിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കേരളത്തിൽ ഇല്ലാത്തൊരു വിഷയത്തിൽ, ഇല്ലാത്തൊരു ബലാത്സംഗ കേസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കെട്ടിവെക്കുക, സമൂഹ മധ്യത്തിൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുക, അവരുടെ പിറകിൽ നിന്നുകൊണ്ട് ഒരു മാഫിയ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ എത്തി കേരളം എന്നുള്ളതാണ്. പക്ഷേ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അവർ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ ഇപ്പോഴും. അല്ല, അവർ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് ഒരു പരാതി വന്നാൽ ആ പരാതിയിൽ ഒരു 2% കഴമ്പുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ കോടതി ഇത്തരത്തിൽ ഒരു വിധിന്യായം പുറപ്പെടുവിപ്പിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മുന്നോട്ട് പോകട്ടെ, അങ്ങനെയാണെങ്കിൽ അവർ മുന്നോട്ട് പോകട്ടെ. അപ്പൊ അതില് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരുന്ന് വക്കാലത്ത് പറയുകയല്ലോ. ഞാൻ പറഞ്ഞത് അവിടെ അനുഭവപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിന്റെ ബാക്കി കഥകളും ആരൊക്കെയാണ് ഈ സ്ത്രീയുടെ പിറകിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചും കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ പുറത്തു വരട്ടെ എന്നാണ് ഞാൻ ഈ വിഷയം. ഒരു കാര്യം കൂടി, അന്ന് ഈ പരാതി കൊടുത്ത സ്ത്രീ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അന്നത്തെ SP ആയിരുന്ന സുജിത് ദാസിനെതിരെ PV അൻവർ രംഗത്ത് വന്നതാണ് തനിക്ക് ധൈര്യം പകർന്നത് എന്ന്, ഇങ്ങനെ പറയുവാൻ തനിക്ക് പ്രേരണയായത് ഇതാണ് എന്ന്. അപ്പൊ അത് തെറ്റല്ലേ? കാരണം അൻവർ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ഈ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനകത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു MLA തന്നെ ഇവിടെ കൊട്ടേഷൻ സംഘങ്ങളുണ്ടെന്നും ഇവിടെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് മാഫിയുണ്ടെന്നും സ്വർണ്ണക്കള്ളക്കടത്തുണ്ടെന്നും ഒക്കെ പറഞ്ഞ് പിണറായി വിജയനിലേക്ക് വിരൽ ചൂണ്ടുകയും ഇവിടുത്തെ ADGP അജിത്തിനെ നോക്കി വിരൽ ചൂണ്ടുകയും ചെയ്യുമ്പോൾ തന്നെ തത്സമയം ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഈ കേരളത്തിൽ നിലനിന്നിരുന്ന എല്ലാ സംഭവങ്ങളുടെ പിറകിലും മുഖ്യമന്ത്രി പിണറായി വിജയന് താങ്ങും തണലുമായി ഒരു ഘട്ടത്തിൽ പ്രവർത്തിച്ച ആളുകളിൽ 5 പ്രധാനികളിൽ ഒരാളാണ് അൻവർ എന്ന് ഞാൻ പത്രസമ്മേളനം നടത്തി നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ മാധ്യമ സുഹൃത്തുക്കൾ, ഞാൻ പറയട്ടെ, ഇത്രയധികം വാർത്താ പ്രാധാന്യം കൊടുക്കാൻ, അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്, അതൊന്നും ഞാൻ ഇടപെടാനും ഈ അൻവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി അൻവറിനെതിരെ കേസെടുക്കാത്തത്? അപ്പൊ എന്താ അതിനർത്ഥം? അൻവറിനെ പേടിയുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്. അൻവർ ഇനിയും പറയാൻ ബാക്കി കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കൂട്ടുകൃഷിയിലെ ഒരംഗം കൂടിയാണ് അൻവർ എന്നുള്ളത് ഞാൻ 2 പത്രസമ്മേളനങ്ങളിലൂടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ സൂചന നൽകിയതാണ്. അതിനർത്ഥം ഇവിടെയുള്ള കള്ളക്കടത്തും ഇവിടെയുള്ള ലഹരി മാഫിയായും ഇവിടെയുള്ള വ്യാജ കുറ്റാരോപണങ്ങളുടെയും ഒക്കെ പിറകിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു കോക്കസ് കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. ആ കോക്കസുമായി ചേർന്ന് നിന്നുകൊണ്ട് മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും അടിവരയിട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് രക്ഷകരാകേണ്ട ആളുകളാണ്. പക്ഷേ ഇതിൽ മാധ്യമങ്ങളെ ഇക്കാര്യത്തിൽ താങ്കൾക്ക് അടച്ചുകുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ ഒരു ചാനൽ, റിപ്പോർട്ടർ ചാനലിലാണ് ഈ കാര്യം വന്നത്. ആദ്യം ചാനലിലാണ് ഞാൻ പറയുന്നത് കയ്യിൽ പൈസയുണ്ട് എന്ന് കരുതി ഒരു മാധ്യമം നടത്തിക്കൊണ്ട് പോകുന്ന ആ മാധ്യമത്തിന്റെ ഉടമയ്ക്കെതിരായിട്ട് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അതിൽ ജോലി ചെയ്യുന്നവരെ കുറിച്ചൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. അവർ ഇപ്പൊ എന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ അവർ പരിശ്രമിച്ചെങ്കിലും ഞാൻ വളരെ കൃത്യതയോടുകൂടി മാത്രമാണ് ആ ചാനൽ ഉടമയെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്, മാധ്യമ പ്രവർത്തകർ കൂടി കുറെ കൂടി സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് കേരളത്തിൽ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതൊന്നും മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ കേരളത്തിലെ 99% വരുന്ന മാധ്യമങ്ങളും സത്യസന്ധതയുടെ ജുഹയായിട്ട് പ്രവർത്തിക്കാൻ പരിശ്രമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല, എനിക്ക് മറ്റൊരു അനുഭവമില്ല. പക്ഷേ ഇത് കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനെ ഒരു മാധ്യമം മുന്നോട്ട് പോകുന്നത് തീർത്തും അപകടകരമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ട ഒരാളെന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയാണ്. ഇന്ന് നിങ്ങൾ ചാമരം വീശുന്നുവെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കും, നാളെ നിങ്ങൾ ചാമരം പിൻവലിച്ചാൽ നിങ്ങളെയും കുടുക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വ്യാജ ബലാത്സംഗ കേസ് എന്ന് മാത്രമേ ഞാനിപ്പോ സൂചിപ്പിച്ചു. താങ്കൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഇത് അഗസ്റ്റിൻ സഹോദരങ്ങൾ കെട്ടിച്ചമച്ച ഒന്നാണ്, ഇവിടെ ഒരു ഈ പീഡന കഥ
ഉണ്ടാക്കുന്നതിന് വേണ്ടി കൈക്കൂലിയും കൊടുത്തിട്ടുണ്ട് എന്ന്. അങ്ങനെയാണോ താങ്കളുടെ അല്ല, എനിക്ക് കൈക്കൂലി കൊടുത്തത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞത്, അങ്ങനെ പണം കൊടുത്തു എന്ന് അവിടെ കൂടിയിട്ടുള്ള പൊതുപ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവരെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലാതിരുന്നത് എന്നാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അന്വേഷിക്കേണ്ടത് ആരാണ് ഈ കേസ്? ഒരു ഇത്രയും നീചമായിട്ടുള്ള ഒരു കേസ് ഇത്തരം പോലീസ് അധികാരികൾ, അതാരോ ആവട്ടെ, ഒരു വ്യക്തിക്കെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് ഇനിയും വേണമെങ്കിൽ എൻക്വയറി നടത്താമല്ലോ. ഇതിനു മുൻപ് എത്രയോ വലിയ കേസുകൾ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായ സമയത്ത്, അത് കിളിരൂരാകട്ടെ, ഐസ്ക്രീം പാർലർ ആകട്ടെ, വിതുരയാകട്ടെ, കോതമംഗലം ആവട്ടെ, ഈ കേസുകളിലെല്ലാം തന്നെ പൊതുപ്രവർത്തകർ അന്ന് ആവശ്യപ്പെട്ടതാണ് ഒരു ജുഡീഷ്യൽ എൻക്വയറി വേണമെന്നുള്ളത്. ഈ വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തണം എന്നുള്ളത് ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ കോടതിക്ക് വരെ ബോധ്യമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, നന്ദി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പൊന്നാനി പീഡന കേസ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കിയിരിക്കുകയാണ്. അതിൽ മുൻ SP സുജിത് ദാസ് ഇല്ലേ, പിന്നെ DYSP VV ബെന്നി, CI വിനോദ്, ഇവർക്കെതിരെ കേസെടുക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. 2022 നടന്ന ഈ സംഭവത്തിൽ എന്തുകൊണ്ട് കേസ് എടുത്തില്ല എന്ന് ഹൈക്കോടതി സിംഗിൾ ജഡ്ജി ചോദിച്ചിരുന്നു. അത് പ്രകാരം കേസെടുക്കുവാൻ പൊന്നാനി മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇതിനെതിരെ CI വിനോദാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. വീട്ടുടമസ്ഥ തർക്കവുമായി ബന്ധപ്പെട്ട്